കോങ്ങാട് നിയോജകമണ്ഡലം എംഎൽഎയും നാട്ടുകാരുടെ സ്വന്തം തുളസി ടീച്ചറുമായ കെ.എ. തുളസി 16-ാം നിയമസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമായ കോങ്ങാട് അട്ടിമറിയിലൂടെ കൈപ്പിടിയിൽ ഒതുക്കിയാണ് തുളസി നിയമസഭയിലേക്ക് എത്തുന്നത്. കെ.എ. തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നിയമസഭയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ തന്നെ മന്ത്രി പദവിയിലേക്ക് എത്താൻ സാധിച്ചു എന്നത് കെ.എ. തുളസിയുടെ മികവാണ്. നെന്മാറ കോളേജിലെ ചരിത്ര അധ്യാപിക കൂടിയായ കെ.എ. തുളസി ജില്ലയിലെ ആദ്യ വനിതാ മന്ത്രിയും കോങ്ങാട് മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം ആദ്യ കോൺഗ്രസ് നിയമസഭാ സാമാജികയും ആണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ തോൽവികൾ നേരിട്ടെങ്കിലും പതറാതെ നിന്ന ആത്മധൈര്യം, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പദവി, ഒപ്പം ഭർത്താവായ പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠന്റെ പൂർണ്ണ പിന്തുണയും മന്ത്രിക്ക് തുണയായി. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് വനിതാ കമ്മീഷൻ അംഗമായതോടെ കേരളം മുഴുവൻ യാത്ര ചെയ്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചു. വനിതാ കമ്മീഷൻ അംഗമായതോടെ കേരളം മുഴുവൻ യാത്ര ചെയ്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇതോടെ കെ.എ. തുളസി നാട്ടുകാരുടെ സ്വന്തം തുളസി ടീച്ചറായി. മനുഷ്യരോട് മാത്രമല്ല പക്ഷിമൃഗാദികളോടും തുളസി ടീച്ചറിന്റെ കരുതൽ വാർത്തയായതാണ്. 10ഓളം പൂച്ചകൾ എം.പിയുടെയും എം.എൽ.എയുടെയും വീട്ടിൽ ഓമനകളായി വളരുന്നു. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.